ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെതിരെ CPM AI വന്നാൽ 60% തൊഴിൽ നഷ്ടമാകും. മുതലാളിയുടെ സമ്പത്ത് വാങ്ങാൻ ആളുണ്ടാവില്ല. അത് സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. AI കൊണ്ട് സംഭവിക്കുന്നത് എന്താ? ആരുടെ കയ്യിലാണ് AI? മുതലാളിയുടെ കയ്യിലാണ്, സാമ്രാജ്യത്തിൻ്റെ കയ്യിലാണ്. ആ AI ഉപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ച് മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? നമുക്കിപ്പോഴും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. ഇപ്പോഴേ ഏതാണ്ട് പറയുന്നത് ഒരു 60% ആളുകളുടെ ജോലി ആരെയും AI ചെയ്യും. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അദ്ദേഹം പറഞ്ഞു വെച്ച ലോജിക്ക് എന്താണ്? വീണ, ഈ AI സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അനുകൂലിച്ചും പിന്നീട് എതിർത്തും പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആദ്യം എതിർത്തും പിന്നീട് അനുകൂലിച്ചും പറയുന്ന ഒരു രീതി CPMന് പൊതുവെ ഉണ്ട്. ആ ഒരു രീതി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ AI സാങ്കേതിക വിദ്യയെ എതിർത്തുകൊണ്ടാണ് MV ഗോവിന്ദൻ സംസാരിക്കുന്നത്. പിന്നീട് വരുമ്പോൾ ഇതിനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യമാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ AI സാങ്കേതിക വിദ്യ വളർന്നാൽ മാർക്സിസത്തിന് എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. AI മുതലാളിത്തത്തിന്റെ കയ്യിലാണ്. ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യാധ്വാന ശേഷി 60% കുറയും. അപ്പോൾ അധ്വാനിക്കുന്ന വർഗത്തിന് അധ്വാനം ഇല്ലാതാകുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. AI ആണ് അധ്വാനിക്കുക. ഇതോടെ കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയിലും 60% കുറവ് വരുമെന്നാണ് MV ഗോവിന്ദന്റെ വാദം. മാത്രമല്ല, മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഇതിനെ ഒരു പിന്തുണയ്ക്കുന്ന രീതിയിലൊരു കാര്യം കൂടിയാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഈ സ്വത്ത് വാങ്ങാൻ ആളില്ലാതാകുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കൂടുകയല്ല, സമ്പന്നനും അതിസമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം കുറയുകയാണ് ചെയ്യുന്നത് എന്നാണ് MV ഗോവിന്ദന്റെ വാദം. ഇത് മൗലികമായ വാദത്തിന്റെ കാര്യമാകും എന്നുള്ള രീതിയിൽ ഒരു പാർട്ടി ക്ലാസുകളിലൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായത്. CPMന്റെ ജില്ലാ സമ്മേളനത്തോട് മുന്നോടിയായി തളിപ്പറമ്പിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചുമർ ശില്പ സ്മാരകം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് MV ഗോവിന്ദൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി മിഥുൻ.